നമസ്കാരം, ഞാൻ ഡോക്ടർ ബിനോയ് വർഗീസ്, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അവയവദാനത്തെക്കുറിച്ചാണ്. ആയിരക്കണക്കിന് ആളുകളാണ്, ചിലപ്പോൾ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കരൾ രോഗവും വൃക്ക രോഗവും ബാക്കി പെർമനൻറ്റ് ഓർഗൻ ഡിസബിലിറ്റി കാരണം മരണപ്പെടുന്നത്. വൃക്ക രോഗങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ മാസവും നിരവധി ഡയാലിസിസ് യൂണിറ്റുകളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൂണുപോലെ പൊങ്ങി വരുന്നത്. അതിനർത്ഥം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വൃക്ക രോഗത്തിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ: കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് ഒരു കിഡ്നി കൂടെയുള്ള ഒരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മരണാനന്തര അവയവദാനം. ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു ശ്രദ്ധ, അതായത് ഒരു മെഡിക്കൽ ഫ്രട്ടേണിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ശ്രദ്ധ എന്ന് പറയുന്നത് ആ അവയവദാനം ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും പിൽക്കാലത്ത് ഒരു കിഡ്നി ബുദ്ധിമുട്ട് ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നിരവധി ടെസ്റ്റുകളിലൂടെ അവർ കടന്നു പോയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഓർഗൻ ഡോണറെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഓർഗൻ ഡൊണേഷന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഫിറ്റായിട്ടുള്ള ഒരാൾ മാത്രമേ, ജീവിച്ചിരിക്കുന്ന ഒരാൾ മാത്രമേ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് അവയവങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവയവദാതാവിന് ഒരു കുഴപ്പവും വരരുത് എന്നുള്ളത് കൊണ്ട് നമ്മൾ പല ടെസ്റ്റുകളും ചെയ്തതിന് ശേഷം മാത്രമേ ആ അവയവം നമ്മൾ ഒരു രോഗിയിലേക്ക് വച്ചുപിടിപ്പിക്കുന്നു. നമുക്ക് രണ്ട് വൃക്കകളുണ്ട്. അതിൽ ഒരു മനുഷ്യന് അവരവരുടെ ജീവിതശൈലി നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധാരണ ഒരു വൃക്കയുടെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വൃക്ക ദാനം ചെയ്യുന്നത് കൊണ്ട് പിൽക്കാലത്ത് നമുക്ക് വൃക്കരോഗം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അത് ശരിയല്ല. രണ്ടാമത് നമ്മൾ പറയുന്നത് മരണാനന്തര അവയവദാനത്തെക്കുറിച്ചാണ്. ഈ ലോകത്തിൽ നിന്ന് ഒരാൾ മടങ്ങുമ്പോൾ അയാൾക്ക് തൻ്റെ സഹജീവികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ പുണ്യമായ ഒരു സമ്മാനമാണ് തൻ്റെ അവയവങ്ങൾ ആവശ്യക്കാർക്ക്, അതായത് വൃക്കരോഗവും കരൾ രോഗവും ഹൃദ്രോഗവും കാരണം കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ദാനം ചെയ്യുക എന്നുള്ളത്. അതുവഴി ഒരുപാട് ആൾക്കാരുടെ ജീവനും ജീവിതവും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കുടുംബങ്ങൾ ഒരു പുതിയ ആശ്വാസത്തിലേക്ക്, ഒരു പുതിയ പ്രതീക്ഷയുമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് നമ്മുടെ അവയവങ്ങൾ മരണാനന്തരം നമ്മൾക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള മുൻകൂട്ടി നമ്മുടെ സമ്മതപത്രം കൊടുക്കുക എന്നുള്ളത്. ഈ വരുന്ന മെയ് 4-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ മാനവീയം വീതിയിൽ വെച്ച് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീമതി അനുകുമാരി IAS നേതൃത്വം നൽകുന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും യങ് ഇന്ത്യ അസോസിയേഷനും കേസ് ഓട്ടോയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹാപ്പി ട്രിവാൻഡ്രം പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഹാപ്പി ട്രിവാൻഡ്രം പ്രോഗ്രാമിൻ്റെ തീം എന്ന് പറയുന്നത് അവയവദാനമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് വഴി അവയവദാനം എന്ന പുണ്യപ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ ജനങ്ങൾ അറിയാനും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായി ഒരു ഓർഗൻ ഡോണർ ആവുക എന്നുള്ള ഒരു മഹത്തായ പ്രവൃത്തിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. കേസ് ഓട്ടോ വെബ്സൈറ്റിൽ വഴി ഉള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയവദാനങ്ങളുടെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് പുതുതായിട്ട് അവയവദാതാവായി സമ്മതമറിയിക്കുവാനുമുള്ള അവസരമുണ്ട്. I pledge myself as an organ donor. Thank you.